മഴയൊക്കെയാണ്, എന്നാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കുഞ്ഞു വിശേഷമാണ് കേട്ടോ ഞാൻ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് അഖിലയുമാണ്. അഖില ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ കോഴ്സും അതുപോലെ അഹല്യ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് കർണാടക ഗവൺമെൻറ് പാരാമെഡിക്കൽ ബോർഡിൻ്റെ കോഴ്സ് 3 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി എന്ന് തന്നെ പറയാം. അതിനുശേഷം ജോലി ചെയ്യുന്ന കുട്ടികളാണ്. അങ്ങനെ വന്ന് അവരോട് കുറച്ച് സമയം സംസാരിച്ച് ഇടയ്ക്കിടയ്ക്ക് അഹല്യയും ഒക്കെ വരും കേട്ടോ. എന്നെ കാണാൻ എനിക്ക് വളരെയധികം സന്തോഷമാണ് കുട്ടികളിങ്ങനെ ഇടയ്ക്ക് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകുമ്പോൾ നമ്മുടെ സ്വന്തം പടന്നക്കാട് പാലത്തിൻ്റെ അടുത്തുള്ള ഫുഡീസിൽ കയറി ചെറിയതായിട്ടൊന്ന് ചായയൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലോട്ടുള്ള വരവായല്ലോ. അങ്ങനെ രാത്രി ഇന്നും ഞങ്ങൾ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം മത്തിയിൽ നന്നായിട്ട് അതിൻ്റെ അകത്ത് മുട്ട ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് നല്ല ടേസ്റ്റാണ് എൻ്റെ മകന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മത്തി വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് മുളകൊക്കെ അങ്ങോട്ട് ഇട്ടു. ഇച്ചിരി എരിവ് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നന്നായിട്ട് മുളകും ഒക്കെ പരത്തി ഞാൻ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പാനിലോട്ട് കറിവേപ്പില ഇട്ടിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുത്തു. ആ ഫ്രൈ ആക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് മുളകും കൂടി മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ആക്കിയിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്ന ഇതുണ്ടല്ലോ, ഈ മുളകിൻ്റെയൊക്കെ പീസസ് മാത്രം മതി കേട്ടോ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. ഇത് ആ മീനിൻ്റെ ടേസ്റ്റിൻ്റെ അകത്തോട്ടും പിന്നെ ആ എണ്ണയും കറിവേപ്പിലയും എല്ലാത്തിൻ്റെ അകത്തോട്ട് കിടന്ന് അതിനോട് കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിരിക്കും. അപ്പോൾ അത് മാത്രം മതി. അത് ഇളക്കിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. നല്ല രുചിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി കഴിക്കാറുള്ളൂ? ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അറിഞ്ഞെങ്കിലൊന്ന് എന്നോടൊന്ന് പറയണേ. ഒന്നും വിചാരിക്കണം, നല്ല രുചി തന്നെയാണ് കേട്ടോ ചോറിന്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എണ്ണറുണ്ടല്ലോ, ആ എണ്ണർ ഞാൻ കുറച്ച് കുരുമുളകും കൂടി പുരട്ടിയിട്ടൊരു ചെറിയ പാത്രത്തിലോട്ട് ഞാൻ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തു. ഒത്തിരി മുളക് ഇട്ടിട്ട് എന്ത് കാര്യം, ഇത് നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല. ഇതെല്ലാം അങ്കിൽ തന്നെ കഴിക്കും. അതുകൊണ്ട് ഞാനത് മുളകൊക്കെ കുറച്ചായിട്ടുള്ളൂ, നന്നായിട്ട് അതും തിരിച്ചും മറിച്ചിട്ട് നല്ല ഫ്രൈ ആക്കി. അതിനുശേഷം അന്നേരം നമ്മൾ കുറച്ച് കൂന്തലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂന്തൽ കറി വെച്ചാൽ കുറച്ച് ഇന്നും കഴിക്കാം, കുറച്ചും രാവിലെയും കഴിക്കാം. അതും കൂടി റെഡിയാക്കി. ഇതാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷം.